നിങ്ങളത് അവന്റെ ഉത്തരവുകാരൻ ശത്രുക്കളെ കൊന്നുപിടിക്കും. 70ഓളം ശത്രുക്കളെ കൊന്നുപിടിക്കും. പക്ഷെ അതിന് ശേഷം അവർ ഒന്നാൽ തിരിഞ്ഞു കൊടുക്കുകയാണ്. ഒരു മലയുടെ മുകളിൽ നിന്നവർ നോക്കിക്കണ്ടു. അതാ വലിയ ബാധിച്ചിട്ടുണ്ട്. അമീർ പറഞ്ഞു, അള്ളാഹു റസൂൽ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. റസൂൽ ആഹ്വാനമില്ലാതെ അറിയാൻ പാടില്ല. നമ്മളോട് എന്ന് നിൽക്കണമെന്ന് അതിൻ്റെ അർത്ഥം. കാരണം യുദ്ധം ജയിച്ചു കഴിഞ്ഞു ശത്രുക്കളായിട്ട് ഓടിപ്പോകുന്നു. ഇപ്പോൾ നമ്മൾ ഇറങ്ങണം. അതുകൊണ്ട് എന്ന് ഞങ്ങൾ ഇറങ്ങാണ്. ഒരു ഭാഗം അമീറിന്റെ കൽപ്പന സ്വീകരിക്കാതെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് പരാജയം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഹത്തായിത പശുക്കുമ്പോൾ തനാത്തരത്തില്ലെങ്കിൽ നിങ്ങൾ ദുർബലായിട്ട് നിങ്ങൾ ചിന്തിച്ചു പോയി. നിങ്ങും മഞ്ഞു ജീവിക്കില്ല, നിങ്ങും മഞ്ഞു ജീവിതത്തിലാക്ക. നിങ്ങളെ കുറിച്ച് ദുനിയാ ഉദ്ദേശിക്കുന്നത് ഭരണ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരേ കുറിച്ചിന്റെ ആ ആഗ്രഹമാണ്. അത് കണ്ട് ശത്രുക്കൾ ഓടിപ്പോയവർ തിരിച്ചു വന്നു. വഹദ് മലയുടെ മുകളിലൂടെയാണ് വന്നത്. അവരെല്ലാം അവിടെയുള്ളവരെ കൊന്ന് ആ താഴോട്ട് വന്നു. ഒരു ഭാഗം പുറത്ത് വന്നു. ബുദ്ധിമുട്ട് അള്ളാഹു റസൂൽ ചതിക്കുന്നു. റസൂലിന് മുറിവേറ്റു. 70ഓളം സഹാബികൾ സാക്ഷികളായി. വലിയ പരീക്ഷണമായി. അത് കഴിഞ്ഞു അള്ളാഹു രക്ഷപ്പെട്ടു പോയി. പിന്നീട് വന്നത് അഹ്സാബ് കഴിഞ്ഞു. ഒന്നായി ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ കൊടുങ്കാറ്റിലൂടെ അള്ളാഹു രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞാണ് മക്ക ഫത്ഹായി. ഫത്ഹായി തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തോടുകൂടി അവർ അധികാരത്തിന്റെ കൈമാറ്റമല്ല, ആദർശത്തിൻ്റെതാണ് മാറ്റം നോക്കിയത്. ഈ നമ്മൾ ആർക്കാണ് നബിയാണ് പറയുന്നത്? ആരുടെ കയ്യിലാണ് കടത്തും താക്കോലിട്ടുള്ളത്? ഒരുമാതിരി അബൂബക്കറിന്റെ കയ്യിലാണ് താക്കോലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കോൽ ചോദിച്ചു, കടത്തിന് താക്കോൽ. അതിന് മുമ്പ് അങ്ങോട്ട് വരണമെങ്കിൽ അവർക്ക് എല്ലാ വിഗ്രഹങ്ങളും തുടച്ചു മാറ്റിയാൽ മാത്രമേ ഞാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാ വിഗ്രഹങ്ങളും തുടച്ചു മാറ്റി. ഇബ്രാഹിം നബി ഇസ്ലാമിലെ ഇസ്മായിൽ നബി ഇസ്രായേൽ അവിടെ ഉണ്ടായിരുന്നു. അതെടുത്ത് ഒരു തെറിയുമ്പോൾ അള്ളാഹു ഇപ്പുറത്തെന്ന് പറഞ്ഞു, കുട്ടികൾ ചേർന്നിവിടെ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായിൽ നബി ഇസ്ലാം പ്രശ്നം നോക്കിയെന്നവരല്ല. കാരണം കാബത്തിന്റെ അടുത്ത് പ്രശ്നം നോക്കാനുള്ള അമ്പുകൾ ആണെന്റെ പ്രതിഭയുടെ കയ്യിലാണ് അന്വേഷിച്ചത്. അത് എടുത്ത് വലിച്ചെറിഞ്ഞു. എല്ലാം വെളുത്തതിന്റെ അവസാനം കാബത്തിനുള്ളിൽ 2 റക്അത്ത് നമസ്കരിച്ചു. താക്കോലിൽ ഇമാം കയ്യിൽ വാങ്ങി. അത് അമാനത്തോട് ഞാൻ കൊടുത്തത്. 2 റക്അത്ത് നിസ്കരിച്ച് പുറത്തിറങ്ങി. ഈ താക്കോലിന് വേണ്ടി അധികാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹു റസൂലിന്റെ മറുമകൻ അലി റളിയല്ലാഹു അൻഹു, ഇതിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഇതല്ല വേണം. അത് ആരുടെ കയ്യിൽ വാങ്ങിയോ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുക്കുമ്പോൾ അലിയോട് പറഞ്ഞു, അലി എനിക്ക് നിന്നോട് പറയാൻ വസിയത്ത്. ആ വസിയത്ത് എന്തായെന്ന് അറിയാം. ഇതാ, ഇവിടെ ഏതെങ്കിലും വല്ല വിഗ്രഹങ്ങളോ പ്രതിഷ്ഠകളോ ഉണ്ടോ? കാരണം അള്ളാഹുവിന്റെ റസൂൽ ഇവിടുന്ന് വന്നുപോയി ഇനി ഏതെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിടന്നാൽ പിൽക്കാലത്ത് ആർക്കും മാറ്റാൻ കഴിയില്ല, അതുകൊണ്ട് നീക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാത്ത ഒരു വിഗ്രഹവും അവിടെ തുടച്ചു മാറ്റാതെ പറ്റി മാറ്റാതെ വിട്ടേക്കുന്നത്. അതേ പ്രകാരം തന്നെ ഇവിടെ ആ ഖബർ നിശ്ചയിച്ചില്ലാത്ത ഒരു ഉയർന്നു നിൽക്കുന്ന ഖബറുണ്ടെങ്കിൽ ആ ഖബർ എല്ലാ ഖബർ പോലും സമമാക്കാതെ വിട്ടേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒഴിയെത്താണ് അത് അള്ളാഹു. കാരണം ഒന്നിരിക്കുന്ന ഖബർ വിഗ്രഹം തന്നെയാണ്, ആരാധിക്കപ്പെട്ട ബിംബമാണ്. അതുകൊണ്ട് വിഗ്രഹങ്ങൾ എടുത്തു മാറ്റും പോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന ഖബർ കുറച്ച് മാറ്റി സമമാക്കി അലിയോടെ അള്ളാഹു നടപ്പിലാക്കി. അത് നടപ്പിലാക്കി എല്ലാം പരിപൂർണമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ താമസിക്കാതെ രോഗശൈലി കിടക്കുമ്പോൾ അബോധവസ്ഥയിലായ സമയത്ത് ബോധം കഴിയുമ്പോൾ അള്ളാഹു റസൂലിന്റെ പ്രാർത്ഥന, അള്ളാഹു അള്ളാഹു എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കണം. അള്ളാഹു കബറി എഴുതില്ല, അള്ളാഹു എന്റെ ഖബർ ഉത്സവമാക്കരുത്. ആ പ്രാർത്ഥന കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാരണം പറഞ്ഞത് അള്ളാഹു യൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അവർ ചെയ്യുമ്പോൾ ശരിയാക്കിക്കാൻ വേണ്ടി ഇതാ നിങ്ങൾക്ക് അള്ളാഹു സാക്ഷി നൽകിയാണ് അള്ളാഹു ആയിഷ റളിയല്ലാഹു അൻഹ. ആ കാലത്തിൽ ഖിലാഫത്ത് 30 കൊല്ലത്തോളം ദേശങ്ങളുണ്ട്. അത് ഇസ്ലാമിന്റെ ഖുർആന്റെ എന്തെല്ലാം സന്ദേശങ്ങളുണ്ടോ ആ സന്ദേശങ്ങളെല്ലാം പരിപൂർണമായി പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് അത് കാണിച്ചു കൊടുക്കും. പിന്നെ വന്ന അധികാരമാണെങ്കിൽ അവിടെയാണ് മുസ്ലിങ്ങളെ യുദ്ധമുണ്ടായത്. ഇന്നും അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. കൊല്ലപ്പെട്ടു. ആ നാട് ഇതുവരെ ഉയർന്നിട്ടില്ല. അതിന് അവസാനത്തേക്ക് പോയെങ്കിൽ പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങിയാൽ മാത്രമേ സാധിക്കൂ. ഈ തൗഹീദിലേക്ക് വന്നാലേ പറ്റും. ഈ അലിയിൽ ആരാണെന്ന് പറയുന്നവരാണ് ഇറാഖിൽ ആദ്യമായി കബറുണ്ടാക്കി. കിർബയിലാണ് കബറാരാന്ന് പറഞ്ഞത്. കിർബയിലെ ഞാൻ തുടക്കം ഹുസൈൻ റളിയല്ലാഹുവിന്റെ കബർ മുതലാണ് തുടക്കം തുടങ്ങിയത്. അവിടെ നിങ്ങൾക്ക് 4 പേരെ കബറില്ല. ഇന്ന് കബറില്ലാത്ത, യാറുകളില്ലാത്ത, നേരത്തെ ഉത്സവമില്ലാത്ത ഒരേ ഒരു നാട്
മക്ക മദീന ഇറങ്ങുന്ന ഇജാസ് മാത്രമാണ്. അള്ളാഹു റസൂലിന്റെ പ്രാർത്ഥന, അള്ളാഹു കബരി എന്റെ കബർ ആരാധിക്കരുത്, ബിംബമാക്കരുതേ, എന്റെ കബർ ഉത്സവമാക്കരുതേ എന്നുള്ള പ്രാർത്ഥന അത് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് മമ്പറത്തെ നേർത്തി, ഭീമാമൂലി നേർത്തി, അതിനൂടെ നേർത്തി, എല്ലാ നേർച്ചകളും നമുക്കറിയാം. പക്ഷേ മദീനത്തെ നേർച്ച എന്നാണ് അറിയില്ല, ആ കബറിന്റെ ഉത്സവം അറിയില്ല. ലോകത്ത് എല്ലാ യാത്രകളിലും പെട്ടിയുണ്ട്. ഒരു പെട്ടിയെയാണ് മദീനയിലെ റസൂൽ സല്ലല്ലാഹു കബറിടത്തിൽ വെച്ചാൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ വലിയൊരു വരുമാനം ആ യാത്രയിലേക്ക് വരും. സൗദി അറേബ്യക്ക് ബജറ്റ് വേറൊന്നും വേണ്ടിയിരുന്നു. പക്ഷേ അതവിടെ മാത്രമില്ല. എല്ലാ യാത്രകളും വന്നാലും ഏത് കബറിൽ യാത്ര പോയാലും അവിടെ വാങ്ങാൻ മതപരമാരുണ്ട്. പക്ഷെ മദീനത്തിൽ എന്നാൽ സലാം പറയാൻ പോകാതെ ഒന്നും ചെയ്യരുത്, ഇങ്ങോട്ട് പ്രാർത്ഥിക്കരുത്, അവിടെ തൊട്ടുമുത്തരുത്, ഒന്നും ചെയ്യരുത് എന്ന് പറയാൻ മതമനുഷ്യന്മാരെ നോക്കിയത്. പക്ഷെ അതിൽ ഇറക്കം വന്നത് കാലഘട്ടമായിരിക്കും. തുർക്കിയുടെ മതകാലഘട്ടം മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച് യാരങ്ങൾ ഓരോന്ന് കൊണ്ടാൻ തുടങ്ങി, മതത്തിൽ മുഹജിലുമെല്ലാം കൊണ്ടാൻ തുടങ്ങി. അതേപോലെ തന്നെ കേരളത്തിൽ മിക്കവാറും 4 മദ്ഹബുകൾ വേർതിരിച്ചുകൊണ്ട് 4 ജമാഅത്തായി നമുക്ക് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്, ഇമാം തുടങ്ങിയില്ല. പക്ഷെ അതിനിടയിൽ ഒരു പരിവർത്തനം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന് വേറെ ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു. ആ ചെറുപ്പക്കാരുടെ വിപ്ലവം സാമ്രാജ്യത്വത്തോടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നെൽക്കൊഴികളായിരുന്നു. പക്ഷേ അള്ളാഹു സഹായത്താൽ വിജയിച്ചു. അതെല്ലാം തുടച്ചു നീക്കി ഒരു ഇമാം മാത്രം അവിടെ വലിയ അനുഗ്രഹമായി പറഞ്ഞിരുന്നത്. അടുത്തിൻ്റെ 4 നിഹ്റാബായിരുന്നു. കാരണം ഒരു ജമാഅത്ത് മറ്റൊരു ജമാഅത്ത് പറയാൻ പാടില്ല. ജമാഅത്ത് ഷാഫി, ഹനഫി, ഹംബലി വേറെ, അത് മാറ്റി നമുക്ക് അള്ളാഹുവിന്റെ കിതാബ് ഒന്നാണ്, ഒരു ഇമാമാണ്. 4 മദ്ഹബിന്റെ ഇമാമുകൾ നിലനിന്നുകൊടുത്ത് 5ാമത് ഒന്നും കൂടി ഒരു മദ്ഹബില്ലാത്തതും ഇന്നും ആ പാരമ്പര്യമാണ്. പണ്ഡിതന്മാരെല്ലാം അംഗീകരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കിയത്, അതല്ല സ്വന്തമായി നടപ്പിലാക്കിയില്ല. കാര്യങ്ങൾ ഒരു ചാറ് അഭിപ്രായ വ്യത്യാസമായ കാര്യങ്ങൾ രണ്ടുകൂട്ടുന്ന സൗകര്യങ്ങൾ നോക്കി ഇന്ന് നോക്കായിരുന്നു. പ്രാതിയായിരുന്നു അവിടെ 23 റക്അത്ത് നോക്കിയിരിക്കുന്നത്. സഹിഹ ഹദീസിൽ 13 റക്അത്ത് വന്നിട്ടില്ല. പക്ഷേ അഭിപ്രായം വന്നു, അതങ്ങനെയാണ് വന്നത്. അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 23 കൊണ്ട് ഒരാളാവട്ടെ, 11 കൊണ്ട് ഒരാളാവട്ടെ, 2 ഇമാമിനെ ചോദിക്കുന്നു. 10 കാലം ഒരു ഇമാം 10 നിസ്കരിക്കുന്നു, 10 ഇമാം 10 നിസ്കരിക്കുന്നു. 20 കൊണ്ട് 2 അന്നാലും തുറന്നോട്ടെ. അതുകൊണ്ട് ഒരു അഭിപ്രായത്തിലൊക്കെ അധികാരം അനുസരിച്ചിട്ടില്ല മുഹമ്മദ് അബ്ദുൽ വഹാബ്. അദ്ദേഹം എല്ലാവരും ആലോചിക്കാൻ ഖബറുകൾ പൊങ്ങിയത് കൊടുത്തു മാറ്റാൻ എല്ലാ ആരോഗ്യങ്ങളും അംഗീകരിച്ചു. ഈ 4 ജമാഅത്ത് ഒന്നാക്കാൻ എല്ലാവരും അംഗീകരിച്ചു. അതെല്ലാം തുറന്നു പോകുന്നു. അതേ പ്രകാരം തന്നെ നിങ്ങൾ നോക്കായിരുന്നു, മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന നിരുദിനം ആഘോഷമില്ലാത്ത ഒരേ ഒരു രാഷ്ട്രം വിജാത്ത് മാത്രമാണ്. ബാക്കി എല്ലാ നിരുദിനത്തിനാണ് നിരുദിനത്തിനാട്ടില്ല. അതേപോലെ നിങ്ങൾ ജന്മദിനമില്ല. അള്ളാഹു റസൂൽ പ്രഖ്യാപിച്ചു, ഇസ്ലാം അത് മദീന ഇസ്ലാം മദീനയിലേക്ക് മകൻ പോകുന്നു. ഒരു പാത്രം മാളത്തിലേക്ക് തിരിച്ചു പോകുന്നത് പോലെ അത് ചെയ്യാമെന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നോക്കായിരുന്നു മദീനയ്ക്ക് തീർച്ചയായും. കാരണം അവിടെയാണ് എന്തായിരുന്നു കാണുന്നത്. ഒരു കഴിഞ്ഞ ആശ്രയിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒരു സഹാബത്തിന്റെ കാലത്താണ് നമ്മൾക്ക് കേരളത്തിൽ ഇസ്ലാം വന്നത്. അതുകൊണ്ട് സഹാബത്തിന്റെ കാലത്തുണ്ടാക്കിയ പള്ളിയാണ് കൊടുങ്ങല്ലൂർ പള്ളി. അവിടെ ജമാഅത്ത് അറബിയിലാണ് നടക്കുന്നത്. അവിടെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നില്ല. അതുകൊണ്ട് അതല്ലേ മാതൃകയാക്കേണ്ടത്? അല്ല, മദീനയെ മാതൃകയാക്കേണ്ടത്. അവിടെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നു. മാത്രമല്ല ഇവിടെയാണ് അവിടെ പൂജയ്ക്കിരുത്തി എഴുത്തിനിരുത്ത സമ്പ്രദായം കൊടുങ്ങല്ലൂർ പള്ളിയിലാണ് വന്നത്. ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അതിന് അത് മാതൃകയാക്കും. കാരണം ആയുധ പൂജയ്ക്ക് എഴുത്തിനിരുത്തി അതിന് അക്ഷരം ആദ്യമായി 4 എഴുതിക്കൊടുക്കുന്നു. അതിന് പറഞ്ഞു ഈ ഇത്തരം ആചാരങ്ങൾക്ക് ഇസ്ലാമില്ലാത്തതല്ലേ, അതുകൊണ്ട് മദീനയിലേക്ക് നോക്കണം. അതാണ് വേണ്ടത്. ആ നിലയ്ക്ക് ഇസ്ലാഹിൽ പ്രവർത്തനം പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങി, തിരുസുന്നത്തിലേക്ക് മടങ്ങി. ഇതായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ. അതാണ് നമ്മുടെ പരിഷ്കരണങ്ങൾ. അതല്ലാതെ പുതിയതൊന്നുമില്ല. പുതിയൊരു കൂട്ടിച്ചേർന്നാൽ അത് മതത്തിൽ കൂട്ടിച്ചേർന്നത് അത് വിദഅത്താണ്. അതാണ് ഒരു വിദഅത്തുകളാണ് എല്ലാ വിധത്തിലും വഴികളാകുന്നു എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഈ ജന്മദിനാഘോഷമില്ല, ചരമദിനാഘോഷമില്ല. കാരണം മുഹമ്മദ് നബിയുടെ പ്രത്യേകത വഹ്യ് കിട്ടിയിട്ടില്ല, അല്ല ജനിച്ചതിനല്ല. അതുകൊണ്ട് വഹ്യ് കിട്ടിയ ജന്മം എന്ന് പറഞ്ഞ എല്ലാ ആളുകൾക്കുള്ളതാണ്. അതുകൊണ്ട് അതുപോലെ